IFFK വേദിയിൽ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഡെലിഗേറ്റുകളടക്കം എത്തിയിട്ടുണ്ട്. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി IFFK വേദി തയ്യാറായിരിക്കുന്നു. സ്വാന്തന സജു നമുക്കൊപ്പം. സ്വാന്തന, IFFK വേദിയിൽ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള പ്രഖ്യാപനമാണോ നമ്മൾ കാണുന്നത്? സുജയ, ഒരിടത്ത് മന്ത്രി സജി ചെറിയാൻ വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിന്റെ മറ്റൊരിടത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം അവൾക്കൊപ്പം എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ഇവിടെ ഒരു കൂട്ടം ഡെലിഗേറ്റുകളും അതുപോലെ തന്നെ വിവിധ സംഘടനയുടെ പ്രതിനിധികളായ ആളുകൾ, അത് വനിതാ സംഘടനയുടെ മറ്റു പ്രതിനിധികളായ ആളുകളും ഇപ്പോൾ ഹാഷ്ടാഗ് അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കൊപ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമ IFFKയുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിരവധി സിനിമാ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ സിനിമ ആസ്വാദകരായ ആളുകളൊക്കെ തന്നെയുമുണ്ട്. അതിനിടയിലേക്കാണ് ഇത്തരത്തിൽ അവൾക്കൊപ്പമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഡെലിഗേറ്റുകളും വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ തന്നെയും നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ IFFKയിലേക്കും ഇവർ എത്തിയിരിക്കുന്നത്. അവൾക്കൊപ്പം ആണ് എന്ന് ഉറക്കെ പറയുക. തീർച്ചയായും ഉറക്കെ പറയുകയാണ്, അവൾക്കൊപ്പമാണ്. കൊടും അനീതി നേരിട്ട് അവൾക്കൊപ്പമാണ്. ഈ IFFKയിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഇതിന് നീതി വേണം. കൊടും അനീതിക്ക് ഇരയായിരിക്കുകയാണ് ഇന്നത്തെ ശിക്ഷാവിധിയോടുകൂടെ അത് കൂടുതൽ മനസ്സിലാവുകയാണ് ഞങ്ങൾക്ക്. കൊടും അനീതിക്കിരയായ അവൾക്കൊപ്പമാണ് കേരളത്തിലെ മുഴുവൻ നീതിവാദികളും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒത്തുകൂടി ഈ ഇനാഗുറേഷൻ വേദിയിൽ തന്നെ ഈ മുദ്രാവാക്യം ഉയർത്തുന്നത്. ഇപ്പോൾ ആദ്യത്തെ ദിവസമാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ടാഗോറിന്റെ ഫ്രണ്ടിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സുജ, ഇന്നിപ്പോൾ ഇവർ പ്രധാന വേദി ഇന്നിപ്പോൾ ഉദ്ഘാടനം നടക്കുന്ന നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഇവർ എത്തിയിരിക്കുന്നത്. വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 ടാഗോർ തിയേറ്ററിലും ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിഷേധം തന്നെ ഡെലിഗേറ്റുകളുടെ ഭാഗത്തു നിന്നും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. IFFK തന്നെ ഹാഷ്ടാഗ് അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വെക്കണം എന്നുള്ള ഒരു ആവശ്യം IFFK കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്ന, നമ്മുടെ സിനിമാ മേഖലയുമായി മുന്നോട്ടേക്ക് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് IFFK. അതുകൊണ്ട് തന്നെ IFFKയിൽ അവൾക്കൊപ്പം ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടം മുതൽക്ക് തന്നെ ആവശ്യം ഉയർന്നിരുന്നതാണ്. പക്ഷേ IFFKയുടെ സംഘാടകരും മറ്റും ഇന്നലെ നമ്മൾ ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം എന്ന് വെക്കുമോ എന്നുള്ള ഒരു ഔദ്യോഗികമായ ഒരു ഹാഷ്ടാഗ് അവിടെ ഇല്ല.